എത്രാമത്തെ പാഠം വായിക്കണം എന്നൊക്കെ പറയും. പാഠത്തിന്റെ പേരൊക്കെ പറ. പാഠത്തിന്റെ പേര് അവർ ഫ്രണ്ട്സ്. തേർഡ്. A true friend. Nandini and Pandi were good friends. They went to school together. They played together. They helped each other. One day, Nandini was upset and sad. Pandi asked her, "Why are you sad?" She did not answer. One of her friends asked her, "Did someone scold you?" She shook her head. She did not answer. ഇന്നും നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? എന്താ മനസ്സിലായത്? എന്താ മനസ്സിലായത് പറയും. കഥ പറയാം. കഥ തന്നെ. കഥ വെറുതെ ഇങ്ങനെ വായിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. അതിലെന്താ കഥ പറയണമെന്ന് മനസ്സിലാക്കുക ആദ്യം. ഫസ്റ്റ് എന്താ വായിക്കുക? നന്ദിനി ആൻഡ് പാണ്ഡി വേർ ഗുഡ് ഫ്രണ്ട്സ്. എന്താ വെച്ചെന്താ? നന്ദിനി പാണ്ഡി നല്ല സുഹൃത്തുക്കളായിരുന്നു. ഓക്കെ, സുഹൃത്തുക്കളാണ്. ഓക്കെ, they went to school together. സ്കൂൾക്ക് പോണത് ഒപ്പാണ്. ഒരുമിച്ച് ഒരു സ്കൂൾ പോകും. പിന്നെ they played together. ഓല് കളിക്കുന്നത് ഒപ്പം. അടുത്ത സെന്റൻസ് വായിക്കി. they played together. അവര് കളിക്കുന്നത് ഒപ്പാണ്. പിന്നെ they helped each other. എന്ന് വെച്ചാ അവര് പരസ്പരം സഹായിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. പിന്നെ one day, ഒരു ദിവസം, നന്ദിനി was upset and sad. upset and sad. നന്ദിനി ഒരു ദിവസം നല്ല അപ്സെറ്റ് ആയിരുന്നു, ഒരു വിഷമത്തിലായിരുന്നു, സാഡ് ആയിട്ടുണ്ടായിരുന്നു, കാണുമ്പോ ഒരു ഇതായിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് സാഡ്. പിന്നെ she did not answer. ഇല്ല, സാഡ് കഴിഞ്ഞിട്ട് അടുത്തത് പാണ്ഡി. പാണ്ഡി asked her. പാണ്ഡി asked her എന്ന് വെച്ചാ പാണ്ഡി അവളോട് പറഞ്ഞല്ല, അവള് ചോദിച്ചു. ആസ്ക്ഡ് എന്ന് പറഞ്ഞാൽ ചോദിച്ചു. ചോദിച്ചു, why are you sad? why are you sad? എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്? ഓക്കേ. she did not answer. അവള് ഉത്തരം പറഞ്ഞില്ല. one of her friends asked her. ആരെ കൂട്ടുകാര് പറഞ്ഞു. കൂട്ടുകാരി ചോദിച്ചു. ആസ്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? one of her friends asked her. കൂട്ടുകാരിൽ ഒരാൾ ചോദിച്ചു, അവള് ചോദിച്ചു. did someone scold you? scold എന്ന് വെച്ച് കഴിഞ്ഞാല് സ്കോൾഡ് വെച്ച് കഴിഞ്ഞാൽ എന്താ? സ്കോൾഡ് എന്ന് പറഞ്ഞാൽ വഴക്ക് പറയാ. ആരെങ്കിലും വഴക്ക് പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പൊ എന്താ പറഞ്ഞു? അപ്പൊ ശരി എന്താ shook her head. അവള് തല അങ്ങനെ ആട്ടി. she did not answer. അവള് ഉത്തരവൊന്നും പറഞ്ഞില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. എന്റെ എക്സസൈസ് ക്വസ്റ്റ്യൻ പറയാം. ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. ഹൂ വാസ് നന്ദിനീസ് ഫ്രണ്ട്? ചോദ്യം മനസ്സിലായോ? നന്ദിനിയുടെ ഫ്രണ്ട് ആരാണ്? നന്ദിനീസ് ഫ്രണ്ട് ഈസ് പാണ്ഡി. യെസ്. രണ്ടാമത്തത് did they go to school together? ചോദ്യം എന്താണെന്ന് മനസ്സിലായോ?
ഡിഡ് ദേ ഗോ ടു സ്കൂൾ ടുഗദർ എന്ന് വെച്ചാൽ എന്താ? ആരാണ്? ഡിഡ് ദേ ഗോ ടു സ്കൂൾ ടുഗദർ? അവർ സ്കൂളിലേക്ക് ഒരുമിച്ചാണോ പോകുന്നത് എന്നാണ് Yes. ചോദ്യം. നമ്മളോട് മേലെ വായിച്ചോ? അപ്പൊ മനസ്സിലാക്കി പഠിക്കണം. ഞാൻ തെറ്റെഴുതിക്കുന്നു. ഡിഡ് ദേ ഗോ ടു സ്കൂൾ ടുഗദർ? ആൻസർ എന്താണ്? യെസ്. യെസ് 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 എന്നുള്ള സെന്റൻസ് മൊത്തം എഴുതണം അവിടെ. യെസ് ദേ ഗോ ടു സ്കൂൾ ടുഗദർ. യെസ്. They go to school They together. To They went to school together. അതാണ് കറക്റ്റ് സെന്റൻസ്. പക്ഷെ അത് പോലെ. ശരി, നീ അങ്ങനെ ഇത് മനസ്സിലായോ? ഓക്കെ. How did Nandini feel? ഹൗ ഡിഡ് നന്ദിനി Feel. എന്ന് വെച്ചാൽ Feel. നന്ദിനി എന്തായിരുന്നു ഫീൽ ചെയ്തത്? നന്ദിനി എന്താണ് ഫീൽ ചെയ്തത്? Upset and sad. വെരി ഗുഡ്. Nandini feel upset and sad. അങ്ങനെയാണ് അതിൽ സെന്റൻസ് ഉള്ളത്. കറക്റ്റ് സെന്റൻസ് നോക്കാം. Correct sentence. ഇതില് അങ്ങനല്ല. അത് ശരി, ഏത് പാണ്ടി ചോദിച്ചെന്നിട്ടിട്ട് നന്ദിനി പറഞ്ഞു വായിച്ച് എഴുതി. നന്ദിനി Was upset and ഈ പെണ്ണാണ്. ഹായ് നല്ല മണം. Upset And sad. and Sad. sad. ഞാൻ അടുത്തതൊരു ലൈനും കൂടെ ഉണ്ട്, അത് വായിക്ക്. Who did Who did എന്നാണോ അത്? how did ആ she ആ വായിക്കപ്പാ. കിട്ടുള്ള വലിയ വീട്. How did she പറയ് respond to to one of her friends questions. റെസ്പോണ്ട് എന്ന് വെച്ചാൽ എന്താണ്? പ്രതികരിച്ചത്. ഫ്രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ? അപ്പം എങ്ങനെയാണ് പിന്നെ ഈ എന്താണ് അവളുടെ പേര്? കഥാപാത്രത്തിൻ്റെ പേരെന്തായിരുന്നു? നന്ദിനി. നന്ദിനി എങ്ങനെയാണ് പ്രതികരിച്ചത്? ഫ്രണ്ട്സ് ചോദിച്ചില്ലേ എന്താണ് ഇങ്ങനെ സാഡായിട്ടുള്ളത്? അപ്പം എന്തെന്നാണ് പ്രതികരിച്ചത് അവള്? ആരെങ്കിലും ചീത്ത പറഞ്ഞെന്നൊക്കെ ചോദിച്ചപ്പോൾ എന്തെന്നാ എങ്ങനെ പ്രതികരിച്ചത്? She She shook her head. Da. She shook her head. എഴുത്. She shook. ഞാൻ കുറെ പഠിക്കാനുണ്ട്. പഠിക്കുക. നിനക്ക് എന്താ പണി? താരീഖ് പിന്നെ മാത്സ്. മദ്രസ സ്കൂളിൽ മിക്സ് ആയിട്ടാണോ പഠിക്കുന്നത്? സ്കൂളിൽ പഠിച്ചതിന്റെ പിന്നെ ഫുൾ മദ്രസ പഠിച്ചു. ഓക്കെ, പഠിക്ക്. She shook her head. HEAD. അപ്പോൾ ഒരു പാഠം കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് അതേ തന്നെ എൻ്റെ കഥൻ്റെ ഇത്. സാർ ഇത് മാത്രമേ പറഞ്ഞത്, അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ഈസി ഞാൻ പറഞ്ഞു തന്നത് ഇവിടെ നിന്ന് കണ്ട്. ഇത് എനിക്ക് കുറച്ച് കഷ്ടക്കാരും വായിച്ചു തരാൻ. ശരി, അത് വായിച്ച് പഠിക്കും. അപ്പോൾ ഇത് ഓക്കെ അല്ലേ? അതൊക്കെ ഓക്കെ, ഞാൻ അതിലുള്ള സംശയങ്ങൾ ചോദിക്കും. ഓക്കെ. ഇത്